ഇതാദ്യം ഒന്ന് കാണിച്ചോ. യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആദ്യം സംസാരിക്കും നടന്ന ചർച്ചയെ പറ്റി. നമ്മൾ മുന്നോട്ട് വെച്ച ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് വായിക്കാം. ആദ്യം പറഞ്ഞാൽ എൻക്വയറി കമ്മിറ്റി. ഇപ്പോൾ ഈ വിഷയത്തിൽ കറക്റ്റായിട്ടുള്ള എൻക്വയറി കമ്മിറ്റി, ക്യാമ്പസിനകത്തുള്ള മാനേജ്മെൻറ്റ് പറയുന്ന എൻക്വയറി കമ്മിറ്റിയും സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേഷനും ഉൾപ്പെടെ എൻക്വയറി കമ്മിറ്റി മുമ്പോട്ട് വരിക എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ മരണത്തിൽ ഉത്തരവാദികളായ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട കറക്റ്റായുള്ള നടപടികൾ ക്യാമ്പസിനകത്ത് ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമ്പസിൽ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ആവശ്യമുള്ള 12 ആവശ്യങ്ങളുണ്ട്. ആ 12 ആവശ്യങ്ങളും ഈ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുവേണ്ട ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഈ ചർച്ച അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഇൻ്റർഫറൻസും പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസേൺ ആയിട്ടുള്ള HOD അതുപോലെ തന്നെ KT കോർഡിനേറ്ററിനെയും ഇതിൽ നിന്നും ഈ റിപ്പോർട്ട് വരുന്നിടം വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് വേണ്ട റിപ്പോർട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥികളെതിരെയും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ശബ്ദമായിട്ട് വരാൻ വേണ്ടി കോളേജ് യൂണിയന് വേണ്ട എക്സ്റ്റൻഷൻ പീരീഡ് നൽകി തന്നിട്ടുണ്ട്. ഇതും ഇത്രയാണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുപോലെ 12 ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് അത് ചർച്ച ചെയ്യാം. അതിനുണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ സമയം അവസാനിപ്പിക്കുകയാണ്. അത് ഈ മീറ്റിംഗിൽ ഇല്ലെങ്കിൽ ഈ കമ്മിറ്റി ഉപയോഗിച്ച് കഴിയുമ്പോൾ വ്യക്തമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന കമ്മിറ്റി ഇന്റേണൽ ഗ്രീവൻസ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് വേണ്ട നഷ്ടപരിഹാര തുക എന്തായാലും തീരുമാനിച്ച് ആ വിദ്യാർത്ഥിയുടെ പാരന്റ്സിന് കൊടുക്കുന്നതായിരിക്കും. കോളേജിന്റെ സൈഡിൽ നിന്നുള്ളവരും സ്റ്റുഡൻസും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടണം. അതുപോലെ തന്നെ മാനേജ്മെന്റിൽ നിൽക്കുന്ന അധ്യാപകരും ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് പറയുന്നത്. അല്ല, ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഇതുപോലുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റിയിൽ ഈ നമ്മൾ മുന്നോട്ട് വെക്കുന്ന 12 ആവശ്യങ്ങളും കറക്റ്റായിട്ട് ചർച്ച ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഈ അന്വേഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇന്റർഫറൻസ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. 2 HODയും അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർ KT കോർഡിനേറ്ററിനും ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ ക്യാമ്പസിൽ നിന്ന് മാറി നിൽക്കും. മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. KTU പ്രകാരം തന്നെയായി അത് മാറ്റുന്നുള്ളതാണ് പറഞ്ഞത്. KTUവിന്റെ 18 ക്രെഡിറ്റ് ആണ്. അതിനനുസരിച്ച് തന്നെ കോളേജ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞത്. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യും. അല്ല, അത് ഇന്ന് മാനേജ്മെന്റും അതുപോലെ വിദ്യാർത്ഥി പ്രതിനിധികളോട് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. താൽക്കാലികം ഇപ്പോൾ ഈ സമരം ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് അവസാനിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹവും സംസാരിക്കും. വളരെ ഗൗരവമുള്ള വിദ്യാർത്ഥി വിഷയം ഉയർത്തി ആ കുട്ടിയുടെ മരണത്തെ തുടർന്നാണ് ഈ സമരം വലിയ ജനകീയ ശ്രദ്ധയിലേക്ക് കേരളത്തിലാകെ എത്തുന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ SFIയും KSUവും ഉൾപ്പെടെയുള്ള ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും കൂട്ടിച്ചേർത്താണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളോട് ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതിരുന്ന ഇവിടുത്തെ അധികാരികൾ അതിന് തയ്യാറായത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടു. ഏതാണ്ട് 2 മണിക്കൂറോളം ആ ചർച്ച നീണ്ടുനിന്നു. വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും ആ ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കപ്പെട്ടു. ആ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 4000 കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ പഠിക്കാനെത്തിയൊരു കുട്ടിയുടെ ജീവനാണ് നമുക്ക് കേരളത്തിന് എന്ന് തന്നെ ഞങ്ങൾ പറയും കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് വിലമതിക്കാനാവാത്ത ജീവനാണ്. ഒരു ജീവിതവും പ്രതീക്ഷയും എല്ലാം പങ്കുവെച്ചാണ് ആ കുട്ടി കേരളത്തിലേക്ക് എത്തിയത്. ആ കുട്ടിയുടെ ജീവിതവും പ്രതീക്ഷയും അസ്തമിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതിനെ ഒരിക്കലും ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ അധികാരികൾക്കുണ്ട് എന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ഞങ്ങളെല്ലാവരും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാർ അത്തന്യൂസ് കോളേജ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അത്തന്യൂസ് തിരുമേനിയെ പോലെ വിശുദ്ധനായൊരു മനുഷ്യൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കണം എന്ന് അവരുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവം തന്നെ സ്നേഹത്തെ പറ്റിയാണല്ലോ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹവും പ്രത്യാശയുമാണ് ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹവും പ്രത്യാശയും ഇനിയുള്ള കുട്ടികൾക്ക് ഉറപ്പുവരുത്തണമെന്നതാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. സ്നേഹവും പ്രത്യാശയും നഷ്ടപ്പെട്ട് ഒരു കുട്ടി പോലും
ഈ മാനേജ്മെൻറ്റിൽ നിന്ന് ഇനി പോകാൻ പാടില്ല എന്നവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെച്ച ആവശ്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഈ വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഇപ്പോൾ 2 കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഇവിടുത്തെ കുട്ടികൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികളോടും SFIയുടെയും KSUവിൻ്റെയും നേതാക്കന്മാരോടും നടത്തിയിരിക്കുന്ന ഈ ചർച്ചയിൽ ഉറപ്പ് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാവശ്യത്തിൽ നിന്ന് അന്യായമായി പുറകോട്ട് പോയാൽ അതിശക്തമായി തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് പ്രതികരിക്കും, അതിശക്തമായി തന്നെ അതിൽ നിലപാട് സ്വീകരിക്കും. ഒരു സംശയം വേണ്ട. ഈ വിദ്യാർത്ഥികൾക്ക് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഏതെങ്കിലും ഒരു ആവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടതിൽ നിന്ന്, ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ നിന്ന് ഇവിടുത്തെ മാനേജ്മെൻറ്റ് പുറകോട്ട് പോകാൻ തയ്യാറായാൽ ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവരെക്കാൾ ആവേശത്തിൽ ഈ സമരത്തിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പ് തരികയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി നിങ്ങളോട് സംസാരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ക്യാമ്പസിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് MA കോളേജിൽ ഉണ്ടായത്. നമ്മുടെ എല്ലാം കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു വിദ്യാർത്ഥി മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹപാഠികളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് യാതൊരു രീതിയിലേക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നുണ്ട്. സർക്കാർ അവരുടേതായിട്ടുള്ള ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ MA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു ആദ്യം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിൽ അതിനുശേഷം SFIയും KSUവും MSFും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെല്ലാം ഒറ്റ മനസ്സായി ഇവിടെ സമരത്തിലേക്ക് കടന്നു വരികയും ഈ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ മുൻപിലേക്ക് കടന്നു വന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിനോട് അവർ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച് 2 മണിക്കൂറോളം വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായിട്ടുള്ള ആശങ്കകൾ അവർ പങ്കുവച്ചു. 12 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഈ മാധ്യമങ്ങൾ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ മുൻപിൽ സമർപ്പിച്ചത്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ഇന്റേണൽസ് കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുമെന്നും കേരളത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകളുടെ മുന്നിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി മാത്രം ഈ സമരം അവസാനിക്കുന്നതായി ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികൾ, ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അടുത്തും മുഴുവൻ മാനേജ്മെൻറ്റുകളുടെ അടുത്തും മറ്റ് അധികാരികളുടെ അടുത്തും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് മുൻപിൽ ഏത് അധികാരികൾ നിന്നു കഴിഞ്ഞാലും, ഏത് മാനേജ്മെൻറ്റ് നിന്നു കഴിഞ്ഞാലും അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിദ്യാർത്ഥികളുടെ ശബ്ദമായി നിൽക്കാൻ ഞങ്ങളെല്ലാം ഉണ്ടാകും. അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെയുണ്ട്, MSFിൻ്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, KSUവിൻ്റെ മറ്റ് സംസ്ഥാന ഭാരവാഹികളുണ്ട്, ഈ ക്യാമ്പസിൽ രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ വിദ്യാർത്ഥികളാണ് സമരം നയിച്ചത്. ആ സമരത്തിന് ഞങ്ങൾ ഒപ്പം നിന്ന് അവരോടൊപ്പം ആണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അവരുടെ ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽസ് കമ്മിറ്റി അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് കാണാം എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്.